ഹലോ, നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എന്ന എസ്സേ ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉള്ള എസ്സേ ആണിത്. പിന്നെ ഞാൻ ഇതിന് സൈഡ് ഹെഡിങ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബൈ ചാൻസ് പാരഗ്രാഫ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അത് എസ്സേ ആയിട്ട് എഴുതുമ്പോൾ ഈ സൈഡ് ഹെഡിങ് ഒഴിവാക്കി എഴുതിക്കൊള്ളുക. ചിലപ്പോൾ പാരഗ്രാഫ് ചോദിക്കാറുണ്ട് ഈ ഒരു എസ്സേയിൽ, അതുകൊണ്ടാണ് ഓരോ സൈഡ് ഹെഡിങ് കൊടുത്തത് കേട്ടെ. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചോളാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ന്യൂ ക്രിറ്റിസിസത്തെ കുറിച്ചൊക്കെ നിങ്ങൾ വായിക്കുക. അപ്പോൾ എന്താണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്രോച്ച് ഇൻ മോഡേൺ ലിറ്റററി തിയറി. ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു ന്യൂ അപ്രോച്ചാണ്. ബസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് അപ്രോച്ച് ആണെന്നും ഇറ്റ് ഫോക്കസസ് ഓൺ ക്ലോസ് റീഡിംഗ് ഓഫ് ദ ടെക്സ്റ്റ് ആൻഡ് ട്രീറ്റ്സ് എ ലിറ്റററി വർക്ക് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സെൽഫ് കണ്ടെയ്ൻഡ് ഒബ്ജക്റ്റ്. അതായത് ന്യൂ ക്രിറ്റിസിസം പറയുന്നത് എൻകറേജിങ് ദ ക്ലോസ് റീഡിംഗ് ഓഫ് ദ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിനെ ക്ലോസ് റീഡിങ് നടത്തുന്നതാണ് ന്യൂ ക്രിറ്റിസിസം അപ്രോച്ച് എന്ത് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നത്. അവർ പറയുന്നത് എ ലിറ്റററി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സെൽഫ് കണ്ടെയ്ൻഡ് ഒബ്ജക്റ്റാണ്. ഒരു ടെക്സ്റ്റിനുള്ളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട്. സെൽഫ് കണ്ടെയ്ൻഡ് ആണ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മളത് പുറമേയിലേക്ക് പോയി ചെയ്യുന്നതിനും അപ്പുറത്തേക്ക് നമ്മളൊരു ക്ലോസ് റീഡിങ്ങിലൂടെ ടെക്സ്റ്റ് പോസിബിളാണ്, മീനിങ് നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് പോസിബിൾ ആണെന്ന് പറയുന്നതാണ് ന്യൂ ക്രിറ്റിസിസം. വൺ ഓഫ് ദ മേജർ ഫിഗേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് ഈസ് ക്ലൈൻറ്റ് ബ്രൂക്സ്. ക്ലൈൻറ്റ് ബ്രൂക്സ് ആണ് വൺ ഓഫ് ദി മേജർ ഫിഗർ, whose work, The Well-Wrought Urn, explain how poetry functions through its internal structure. അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് വർക്കായ ദ വെൽ റോട്ട് ഏൺ എന്ന വർക്കിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹൗ പോയട്രി ഫങ്ഷൻസ് ത്രൂ ഇറ്റ്സ് ഇൻറ്റേർണൽ സ്ട്രക്ചർ. ഒരു കവിത, ഒരു വർക്ക് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഫങ്ഷൻ ത്രൂ ഇറ്റ്സ് ഇൻറ്റേർണൽ സ്ട്രക്ചർ. ഈ ഒരു കവിതക്കുള്ളിലുള്ള സ്ട്രക്ചറുകളിലൂടെ, കവിതക്കുള്ളിലുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചറിലൂടെ തന്നെ അത് ഫങ്ഷൻ ചെയ്യുന്നു എന്നതിനെയാണ് ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബ്രൂക്സ് ആർഗ്യൂസ് ദാറ്റ് പോയട്രി cannot be understood through paraphrase or external references. ബ്രൂക്സ് പറയുന്നത് നമുക്കൊരു കവിതയെ മനസ്സിലാക്കാൻ പറ്റൂല ഏതിലൂടെ? ത്രൂ പാരാഫ്രൈസ്. ഒരു കവിതയെ നമ്മൾ പാരാഫ്രൈസ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിന് എക്സ്റ്റേണൽ റെഫറൻസുകൾ വെച്ചുകൊണ്ടോ നമുക്കൊരു കവിതയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇൻസ്റ്റഡ് ഇറ്റ് മസ്റ്റ് ബി സ്റ്റഡീഡ് ത്രൂ ഇറ്റ്സ് ലാംഗ്വേജ്, സ്ട്രക്ചർ ആൻഡ് ഇൻറ്റേർണൽ റിലേഷൻഷിപ്പ്. അതായത് കവിതയെക്കുറിച്ച് അറിയണമെങ്കിൽ കവിതക്കുള്ളിൽ തന്നെ നമ്മൾ ചെല്ലണം. അതായത് ഒരു കവിതയെക്കുറിച്ചറിയാൻ ആ കവിതയുടെ പാരാഫ്രൈസ് വായിച്ചതിനെ കൊണ്ടോ ആ കവിതയിലെ എക്സ്റ്റേണലായ റെഫറൻസുകൾ, നമ്മളിപ്പോൾ ബേസ്ലാൻഡ് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിലൊരുപാട് റെഫറൻസുകൾ പറയുന്നു. ആ റെഫറൻസുകൾ പഠിച്ച് നമ്മൾ കവിതയെ പഠിച്ചു. പക്ഷേ ബ്രൂക്സ് പറയുന്നത് അങ്ങനെ പഠിക്കാൻ പറ്റില്ലെന്നാണ്. നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇറ്റ് ഷുഡ് ബി സ്റ്റഡീഡ് ത്രൂ ഇറ്റ്സ് ലാംഗ്വേജ്. കവിത പഠിക്കേണ്ടത് കവിതയുടെ ലാംഗ്വേജ് നോക്കിക്കൊണ്ടാണ്. കവിതക്കുള്ളിലുള്ള ലാംഗ്വേജ് പഠിച്ചു, കവിതയ്ക്കുള്ളിലുള്ള സ്ട്രക്ചർ പഠിച്ച്, കവിതയ്ക്കുള്ളിലുള്ള ഇൻറ്റേർണൽ റിലേഷൻഷിപ്പുകൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കവിതയെ പഠിക്കേണ്ടത്. ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐഡിയ ഈസ് ദാറ്റ് ലാംഗ്വേജ് ഓഫ് പോയട്രി ഈസ് ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്. അദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് വരുന്നൊരു ഐഡിയ ആണ് കവിതയുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്. പാരഡോക്സ്, വൈരുദ്ധ്യങ്ങളുടെ ലാംഗ്വേജാണ് കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് അദ്ദേഹം, വളരെ ഫേമസ് ആയ അദ്ദേഹത്തിൻ്റെ ഒരു ലൈനാണത്. ഇനി അതിൽ പറയുന്നത് അദ്ദേഹം ദ ഓട്ടോണോമി ഓഫ് ദ ടെക്സ്റ്റ് ആണ്. അതായത് ഓരോ ടെക്സ്റ്റും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ന്യൂ ക്രിറ്റിസിസം പറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ന്യൂ ക്രിറ്റിക്സ് എ ലിറ്റററി ടെക്സ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഓട്ടോണമി. അതായത് ന്യൂ ക്രിറ്റിക്സ് പറയുന്നത് ഓരോ ലിറ്റററി ടെക്സ്റ്റിനും എന്തുണ്ട്? ഇറ്റ്സ് ഓൺ ഓട്ടോണമി, അതിൻ്റെതായ ഓട്ടോണമി, അതിൻ്റെതായ ഇൻഡിപെൻഡൻറ്റ്, അതിൻ്റെതായ ഫ്രീഡം ഉണ്ടെന്നാണ്. ദിസ് മീൻസ് ദാറ്റ് എ പോം ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി. ഒരു പോം എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ ഓട്ടോണമി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു കവിതയെ ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ടാണ്. ബ്രൂക്സ് കമ്പയർ എ പോം ടു എ വെൽ റോട്ട് ഏൺ. നമുക്കറിയാം ഏൺ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അപ്പോൾ വളരെ
എന്താ പറയുക, വെൽ റോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വളരെ കെയർഫുള്ളി ഡെക്കറേറ്റ് ചെയ്യപ്പെട്ട ഒരു ഏണ് പോലെയാണ് കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ഒബ്ജക്റ്റാണ് ദാറ്റ് കണ്ടെയ്ൻസ് മീനിങ് വിത്തിൻ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ കവിതയ്ക്ക് വേണ്ടതൊക്കെ കവിതക്കുള്ളിൽ തന്നെയുണ്ട്. അത് എന്തുപോലെയാണ്? ഒരു വെൽ റോട്ട് ഏണ് പോലെയാണ്. The meaning of the poem is not something separate that can be easily explained in simple words. Meaning എന്ന് പറഞ്ഞാൽ, കവിതയുടെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is not something separate. ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നല്ല. ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ എ സിമ്പിൾ വേർഡ്സ്. കവിതയിൽ നിന്ന് തന്നെ നമുക്ക് സിമ്പിൾ വേർഡ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. Instead, it is created through the interaction of image, symbol, ideas within the poem. ഈ ഒരു മീനിങ്സ് നമുക്ക് കവിതക്കുള്ളിലുള്ള ഇമേജുകളിലൂടെ, സിമ്പലുകളിലൂടെ, ഐഡിയാസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബ്രൂക്ക് സ്ട്രോങ്ലി ക്രിട്ടിസൈസസ് പാരാഫ്രൈസിങ് പോയട്രി. അത് മാത്രമല്ല, ബ്രൂക്ക് ക്രിട്ടിസൈസ് ചെയ്യാണ്, വിമർശിക്കുകയാണ്. എന്തിനെ? ഒരു കവിത പാരാഫ്രൈസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെ. He calls it as a heresy of paraphrase because reducing a poem to a simple summary destroys its richness and complexity. അദ്ദേഹം പറയുന്നത് ഒരു കവിതയെ നമ്മൾ കൊന്നുകളയാന്ന് പറയില്ലേ, ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബൈ പാരാഫ്രൈസിങ് ഇറ്റ്, അല്ലേ? അതിൻ്റെ റിച്ച്നെസ്, അതിൻ്റെ കോംപ്ലക്സിറ്റി, അതിൻ്റെ ബ്യൂട്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ ഇല്ലാതാക്കുകയാണ് ഒരു കവിത പാരാഫ്രൈസ് ചെയ്യുന്നതിലൂടെ. ദ എക്സ്പീരിയൻസ് ഓഫ് പോയട്രി ലൈസ് ഇൻ ഇറ്റ്സ് ഫോം, സ്ട്രക്ചർ, നോട്ട് ജസ്റ്റ് ഇൻ ഇറ്റ്സ് കണ്ടൻറ്. അതായത് നമ്മളിപ്പോൾ പാരാഫ്രൈസ് ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു എസ്സേയെ സത്യത്തിൽ ഞാൻ കൊന്നുകളയാണ് ചെയ്തത്. കാരണം ആ ഒരു എസ്സേയെ വളരെ ഷോർട്ടാക്കി, വളരെ സിമ്പിളാക്കി ഞാൻ എന്ത് ചെയ്തു? അതിലുള്ള കണ്ടൻറ്റ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ബട്ട് ഞാൻ ഈ ഒരു എസ്സേയിൽ റൈറ്റർ എഴുതിയതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫോം, ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഇവിടെ ശരിക്കും എന്താണ്, ഒരു കവിതയും അങ്ങനെയാണ്. ആ കവിതയുടെ ഫോം, അതിൻ്റെ സ്ട്രക്ചർ, ഇതൊക്കെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അല്ലാതെ ജസ്റ്റ് കണ്ടൻറ്റ് മാത്രമല്ല. ഇപ്പോൾ വേസ്റ്റ് ലാൻഡ് പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അതെന്ത് ചെയ്യണം, ഷോർട്ടൻ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനത് എന്ത് ചെയ്തു? ഡീറ്റെയിൽ ലൈൻ ബൈ ലൈൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫോം, അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാകുന്നത്. അതേപോലെയാണ് നമ്മൾ ആ ഒരു വേസ്റ്റ് ലാൻഡ് എന്ന പോം സെക്ഷൻ ബൈ സമ്മറി ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്കത് മേ ബി അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലായേക്കാം. ബട്ട് യു കുഡ് നോട്ട് ഫോളോ ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഫോം. അതുകൊണ്ടാണ് ബ്രൂക്സ് പറയുന്നത് ശരിക്കും പാരാഫ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കവിതയുടെ ബ്യൂട്ടിയെ, കവിതയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇനി പാരഡോക്സ് ആസ് ദ ലാംഗ്വേജ് ഓഫ് പോയട്രി. ഈ ഒരു എസ്സേ അദ്ദേഹത്തിൻ്റെ സെൻട്രൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂക്സ് ഇസ് ദാറ്റ് പോയട്രി യൂസസ് പാരഡോക്സ് ആസ് ഇറ്റ്സ് മെയിൻ ഡിവൈസ്. എല്ലാ കവിതകളുടെയും മെയിനായി വരുന്നൊരു ഡിവൈസാണ് എന്ത്? പാരഡോക്സ്. വാട്ട് ഈസ് പാരഡോക്സ്? പാരഡോക്സ് റെഫേഴ്സ് ടു ദ കോമ്പിനേഷൻ ഓഫ് ദ ഓപ്പോസിറ്റ് ഓർ കോൺട്രാഡിക്ടറി ഐഡിയ. നമുക്കറിയാം പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയാസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് പാരഡോക്സ് ആയി മാറുന്നത്. While traditional critics saw paradox as a figure of speech, Brooks argues it's essential to poetry. നമുക്കറിയാം ട്രഡീഷണൽ ക്രിറ്റിക്സിൻ്റെ കാഴ്ചപ്പാടിൽ വാട്ട് ഈസ് പാരഡോക്സ്? ഈസ് വൺ ഓഫ് ദി ഫിഗർ ഓഫ് സ്പീച്ച്. അതൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞ പാരഡോക്സിനെയാണ് ന്യൂ ക്രിറ്റിക്സായ ക്ലൈൻറ്റ് ബ്രൂക്സ് പറയുന്നു ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു പോയട്രി. കവിതയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഹ്യൂമൻ എക്സ്പീരിയൻസസ് ആർ കോംപ്ലെക്സ് ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ത്രൂ സിമ്പിൾ ഡിറക്റ്റ് ലാംഗ്വേജ്. നമുക്കറിയാം മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കോംപ്ലെക്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ കോംപ്ലെക്സ് ആയ എക്സ്പീരിയൻസിനെ നമുക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ കവിതകളിലൂടെ? നോ, ഇറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ എ ഡയറക്റ്റ് or simple language. This poetry capture this complexity by bringing together the opposites. അതുകൊണ്ടാണ് ഹ്യൂമൻ എക്സ്പീരിയൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മീഡിയമായ കവിത they use this paradox എന്തിനു വേണ്ടി? ബ്രിങ്ങിങ് ടുഗെദർ ദ ഓപ്പോസിറ്റ്സ് ആണ്. ഈ ഒരു കോംപ്ലക്സിറ്റിയെ, അതായത് വളരെ കോംപ്ലക്സ് ആയ ഹ്യൂമൻ എക്സ്പീരിയൻസുകളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സിമ്പിളായ ലാംഗ്വേജ് കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ദേ ആർ
ബ്രിങ്ങിങ് ടുഗെദർ ദ ഓപ്പോസിറ്റ്സുകളെ ഒന്നിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാരഡോക്സിലൂടെ എന്ത് ചെയ്യുന്നു, മനുഷ്യ കോംപ്ലക്സിറ്റിയുള്ള ഹ്യൂമൻ എക്സ്പീരിയൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ആര് ശ്രമിക്കുന്നത്, കവികൾ ശ്രമിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ലവ് ക്യാൻ ഇൻവോൾവ് ബോത്ത് ജോയ് ആൻഡ് പെയിൻ. സ്നേഹം എന്ന് പറയുന്നത് അതിൽ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. പക്ഷെ രണ്ടും എന്തിൽ വരുന്നു, സ്നേഹത്തിൽ വരികയാണ്. ലൈഫ് ക്യാൻ എക്സിസ്റ്റ് അലോങ് സൈഡ് വിത്ത് ദ അവെയർനെസ് ഓഫ് ഡെത്ത്. അതുപോലെയാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തുണ്ട്, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തുണ്ട്, ജീവിതം അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് അല്ലേ. അപ്പോൾ രണ്ടും എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻസുകളാണ്. അപ്പോൾ ത്രൂ പാരഡോക്സ് പോയിറ്റ്സ് പ്രസൻസ് ദിസ് കോൺട്രാഡിക്ഷൻ ആസ് എ യൂണിഫൈഡ് എക്സ്പീരിയൻസ്. അതായത് ഇങ്ങനെയുള്ള കോംപ്ലക്സ് ആയ ഹ്യൂമൻ എക്സ്പീരിയൻസുകളെ ഇതുപോലെയുള്ള പാരഡോക്സിലൂടെ അല്ലെങ്കിൽ ഈ കോൺട്രാഡിക്ഷൻസിനെ അദ്ദേഹം ഈ ഒരു യൂണിഫൈഡ് എക്സ്പീരിയൻസ് ആയിട്ട് ഓരോ കവിയും പുറത്ത് കൊണ്ടുവരുന്നത് ഏതിലൂടെയാണ്, പാരഡോക്സിലൂടെയാണ്. അതാണ് പറഞ്ഞത് കവിതയുടെ ഒരു എസെൻഷ്യലായ ഘടകമാണ് പാരഡോക്സ്. കാരണം മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ, ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് കോൺട്രാഡിക്ടറി ആയ എലമെൻസുകളുണ്ട്. അതിന് എക്സാമ്പിളാണ് സ്നേഹത്തിൽ തന്നെ എന്തുണ്ട്, സ്നേഹത്തിൽ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. അതേപോലെ ജീവിതം എന്ന് പറയുമ്പോൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കോൺട്രാഡിക്ടറി ആയ കാര്യങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാരഡോക്സ് യൂസ് ചെയ്യുന്നത്. ദസ് ബ്രൂക്സ് കൺക്ലൂഡ് ദാറ്റ് പോയട്രി നാച്ചുറലി ഡിപ്പെൻഡ്സ് ഓൺ പാരഡോക്സ് ടു എക്സ്പ്രസ് ഡീപ്പർ ട്രൂത്ത്. അപ്പോൾ ബ്രൂക്സ് പറഞ്ഞു വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, പോയട്രി നാച്ചുറലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, പാരഡോക്സിനെ. എന്തിനു വേണ്ടി, ടു എക്സ്പ്രസ് ദ ഡീപ്പർ തോട്ട്സ് ആണ് അല്ലേ. ഹ്യൂമൻ ലൈഫിലുള്ള, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ജീവിതത്തിലുള്ള ഡീപ്പറായ സത്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആരാവശ്യമാണ്, പാരഡോക്സ് ആവശ്യമാണ്. ഞാൻ പറയുന്നു ഈ ഒരു സൈഡ് ഹെഡിങ് ഒഴിവാക്കിയിട്ട് എസ്സേ എഴുതണേ. അടുത്തത് ലാംഗ്വേജ് ഓഫ് സയൻസ് ആൻഡ് ലാംഗ്വേജ് ഓഫ് പോയട്രി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് ലാംഗ്വേജ് ഓഫ് സയൻസ് ആൻഡ് ലാംഗ്വേജ് ഓഫ് പോയട്രി ആണ്. ബ്രൂക്സ് മേക്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ലാംഗ്വേജ് ഓഫ് സയൻസ് ആൻഡ് ലാംഗ്വേജ് ഓഫ് പോയട്രി അല്ലേ. അദ്ദേഹം ഒരു ഡിഫറൻസ് നടത്തുകയാണ്. സയൻറ്റിഫിക് ലാംഗ്വേജ് ഈസ് ഡയറക്റ്റ്, ലോജിക് ആൻഡ് പ്രിസൈസ്. അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും, ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പ്രിസൈസ് ആയിട്ട്, അതായത് ക്രിസ്റ്റൽ ക്ലിയർ ആയ കാര്യങ്ങളായിട്ട് അവർ പറയാം. ഇറ്റ് എയിംസ് ടു റിമൂവ് ആംബിഗ്വിറ്റി ആൻഡ് എക്സ്പ്രസ് ക്ലിയർ ഫാക്ട്സ്. അതായത് എപ്പോഴും സയൻറ്റിഫിക് ലാംഗ്വേജുകൾ ആഗ്രഹിക്കുന്നത് എന്താണ്, ടു റിമൂവ് ദ ആംബിഗ്വിറ്റി. അതായത് ജനങ്ങൾക്കിടയിൽ ആംബിഗ്വിറ്റി മീൻസ് എന്താണ്, ഡ്യുവൽ മീനിങ്സുകൾ കൊടുക്കാതെ പ്ലെയിൻ ആയിട്ടുള്ള മീനിങ്ങുകൾ കൊടുക്കുക. എക്സ്പ്രസ് ദ ക്ലിയർ ഫാക്ട്സ്, അതായത് ക്ലിയർ ആയിക്കൊണ്ട് ഫാക്ട്സുകൾ എക്സ്പ്രസ് ചെയ്യുക. അതിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ജനങ്ങൾക്കിടയിൽ, വായനക്കാർക്കിടയിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല എന്നാണ് സയൻറ്റിഫിക് ലാംഗ്വേജ് ആഗ്രഹിക്കുന്നത്. ഇൻ കോൺട്രാസ്റ്റ് പോയറ്റിക് ലാംഗ്വേജ് ഈസ് ഇൻഡയറക്റ്റ്, ഇമോഷണൽ ആൻഡ് റിച്ച് ഇൻ മൾട്ടിപ്പിൾ മീനിങ്. പക്ഷേ പോയറ്റിക് ലാംഗ്വേജ് എന്ന് പറയാൻ വളരെ ഇൻഡയറക്റ്റ് ആണ്, ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പ്രസ് ചെയ്യുക. അതേപോലെ മൾട്ടിപ്പിൾ മീനിങ്ങുകൾ കാണാം. ഇറ്റ് ഡസ് നോട്ട് എയിം ഫോർ ക്ലാരിറ്റി അലോൺ ബട്ട് ട്രൈസ് ടു ക്യാപ്ചർ ദ ഡെപ്ത് ഓഫ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ്. അതായത് വെറും എന്താ പറയുക, ഫാക്റ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കൊടുക്കുക എന്നതല്ല കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകരം എന്ത് ചെയ്യുക, വളരെ കോംപ്ലക്സ് ആയ കാര്യങ്ങൾ, എസ്പെഷ്യലി ഹ്യൂമൻ എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇൻഡയറക്റ്റ് ആയിക്കൊണ്ട് മൾട്ടിപ്പിൾ മീനിങ്ങോടുകൂടി ഇമോഷണൽ ആയിട്ടുള്ള ലാംഗ്വേജുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് കവിത എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. Therefore, poetic language uses devices like paradox, irony, metaphor to communicate meaning that cannot be expressed in straightforward terms. അതുകൊണ്ടാണ് കവിതകളിൽ പാരഡോക്സ് പോലെയുള്ള, ഐറണി പോലെയുള്ള, മെറ്റഫർ പോലെയുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ചുകൾ ഉപയോഗിക്കുന്നത് അല്ലേ. അതിലൂടെ എന്താണ്, സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്
അതായത് കവിതകളിൽ സ്ട്രൈറ്റ് ഫോർവേഡായ ടേമുകളിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്ന് പറയുന്നതിനും അപ്പുറത്തേക്ക് എന്ത് ചെയ്യാണ് കവി അവിടെ എന്ത് ചെയ്യുന്നു, തൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്യുന്നു, ഒരു വേദനാജനകമായ ഒന്നുമായി കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, കവിയുടെ വേദന, മനസ്സിൻ്റെ വേദന എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകുകയാണ്. അതേപോലെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പറയുന്നതിന് പകരം മെറ്റഫറിലൂടെ, പാരഡോക്സിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നു, ഇവർ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ.